സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മഹത്വ പ്രത്യക്ഷതയിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയിൽ കർത്താവിനോട് കൂടെ വരുന്ന വിശുദ്ധർ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വചനാടിസ്ഥാനത്തിലുള്ള കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ന് ക്രിസ്തീയ കോളത്തിലുള്ള തെറ്റായ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വചനാടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഏറിയ പങ്കും വിശ്വസിച്ചിരിക്കുന്നത്, ഇന്ന് കർത്താവ് വന്ന് നമ്മളെ റാപ്ചറിൽ എടുത്തു കഴിഞ്ഞാൽ 7 വർഷത്തെ പീഡയ്ക്കൊടുവിൽ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവസഭയുമായി വീണ്ടും ഭൂമിയിൽ വന്ന് 1000 സംവത്സരം കർത്താവിനോട് കൂടെ വാഴും അല്ലെങ്കിൽ ഭരണം നടത്തും എന്നുള്ളതാണ് ഈ ലോകത്ത് ഏറിയ പങ്ക് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരിക്കുന്നത്. അത് വചനവിരുദ്ധമായിട്ടുള്ളൊരു പഠിപ്പിക്കലും വിശ്വാസവുമാണ്. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ ആഗ്രഹത്തിൽ നിന്നും ഉടലെടുത്തൊരു ഉപദേശമാണ് കർത്താവിനോട് കൂടെ സഭ വീണ്ടും ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴും എന്നുള്ളൊരു ചിന്താഗതി. എന്നാൽ പിന്നെ കർത്താവിനോട് കൂടി വരുന്ന വിശുദ്ധർ ആരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമ്മൾ പരിശോധിക്കുമ്പോൾ 4-5 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചുരുക്കത്തിൽ ഇന്ന് അതിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറഞ്ഞാൽ, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിനോട് കൂടെ വരുന്ന വിശുദ്ധർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാരാണ് ഈ വിശുദ്ധർ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ വരുന്നത് മനുഷ്യരിൽ നിന്നും എടുക്കപ്പെട്ട ആരും തന്നെയല്ല, മറിച്ച് സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാർ തന്നെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്ന വിശുദ്ധർ എന്ന് പറയുന്നത്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് സവിസ്തരം ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നപേക്ഷിക്കുകയാണ്. കർത്താവ് അതിന് പല രീതിയിൽ മറുപടികൾ കൊടുത്തു. അതിനുശേഷം 24-ന്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ ജെറമിയ 30-7 പറയുന്നത് പോലെയുള്ള യാക്കോബിൻ്റെ കഷ്ടകാലത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 29 മുതൽ 31 വരെയുള്ള താഴേക്ക് വാക്യങ്ങളെ വായിക്കുമ്പോൾ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. 31-ാം വാക്യം, അവൻ തൻ്റെ ദൂതന്മാരെ കാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ റാപ്ചറിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കാരണം 4 സുവിശേഷങ്ങളിൽ നമ്മൾ പരിശോധിച്ചാലും റാപ്ചർ എന്നുള്ള സംഭവത്തെക്കുറിച്ച് കാണാൻ കഴിയുകയില്ല. കർത്താവ് സുവിശേഷത്തിൽ തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അത് കർത്താവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയെക്കുറിച്ചാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പസ്തോല പ്രവൃത്തിയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാർ, കർത്താവെ, ഇപ്പോഴാണോ നീ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യാശ അനുസരിച്ചുള്ള കാര്യമാണ് കർത്താവിനോട് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വന്ന് രാജ്യം സ്ഥാപിച്ച് ഇസ്രായേലിന് കൊടുക്കും. അല്ലാതെ ഞങ്ങളെ എപ്പോഴാണ് കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നല്ല ശിഷ്യന്മാർ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം റാപ്ചർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് 12 പേർക്കോ അവർക്കറിയാൻ പാടില്ല, അല്ലെങ്കിൽ അവരോട് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ റാപ്ചറിനെ കുറിച്ച് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ റാപ്ചർ എവിടെ നിന്നാണ് വന്നത്? നമുക്കറിയാം, യഹൂദൻ ദൈവരാജ്യം തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ, യഹൂദൻ ഈ രക്ഷ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ ജാതികൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? പുതിയ ഒരു രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ, പുതിയത് എന്ന് പറഞ്ഞാൽ അനാദികാലം മുതലേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ സത്യമുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെപ്പോഴും പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷം. പൗലോസ് പറയുന്നുണ്ടല്ലോ, എൻ്റെ സുവിശേഷം അനുസരിച്ച് എന്ന് പറയുന്ന ആ ഒരു സുവിശേഷം പൗലോസ് പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ല, മനുഷ്യരാരും എന്നെ പഠിപ്പിച്ചതല്ല, ഇത് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്ര ലഭിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അനാദികാലം മുതലേ മറച്ചു വയ്ക്കപ്പെട്ടതായിരുന്നു,
പൂർവ്വകാലങ്ങളിൽ ഇത് ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കാലത്തിന് മുൻപുള്ള 12 അപ്പോസ്തലന്മാർക്കോ പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ 7ാം തലമുറക്കാരനായ ഹാനോക്കിന് പോലും റാപ്ചർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇതാ മത്തായി സുവിശേഷം 24:31 വാക്യത്തിൽ പറയുകയാണ്, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടി അയക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിനോട് കൂടെ വരുന്ന ഈ വിശുദ്ധ ഗണം ആരെന്ന് നോക്കിക്കഴിയുമ്പോൾ ഇത് സ്വർഗത്തിലെ ദൂതന്മാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അത് യേശുക്രിസ്തു പ്രവചിച്ചു വെച്ചത് ഏകദേശം AD 30 കൂടിയാണ്. AD 30 പ്രവചിച്ച ഈ പ്രവചനം ഇന്ന് 2025 ആകുമ്പോൾ പോലും ഇത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1995 വർഷം തികയുകയാണ് കർത്താവ് ഈ പ്രവചനം പ്രവചിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ 2000 വർഷത്തോളമായി ഈ പ്രവചനം പ്രവചിച്ചിട്ട് ഇതുവരെയും ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ ഇത് നിവർത്തിക്കപ്പെടുകയില്ലേ? തീർച്ചയായിട്ടും. എവിടെയാണ് ബൈബിളിൽ ഇതിൻ്റെ നിവൃത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും, സ്വർഗത്തിലെ ദൂതന്മാരുമായി വിശുദ്ധരുമായി ഞാൻ പ്രത്യക്ഷപ്പെടും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വായിച്ചതുപോലെ അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടി അയക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സംഭവം സംഭവിക്കണ്ടേ? അതെവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഇവിടെ ഇതാ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യം യോഹന്നാന് ഭാവിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുത്തപ്പോൾ, അങ്ങ് നിത്യത വരെയുള്ള കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ജൈത്രയാത്രയും റാപ്ചറും അതിനുശേഷം 144,000 പേരെ മുദ്രയിടുന്നതും അതിനുശേഷം ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ദൈവരാജ്യം ഇവിടെ 1000 ആണ്ട് ഇവിടെ സ്ഥാപിക്കുന്നതും തുടർന്ന് നിത്യതയും വരെ ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. ഇവിടെ വിശ്വസ്തനെന്നും സത്യവാനുമെന്നും പേരുള്ളവൻ, അപ്പോൾ തന്നെ ദൈവവചനം എന്ന് പേരുള്ളവൻ ഇതാരാണ്? വെള്ളക്കുതിരപ്പുറത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൻ്റെ 19-ന്റെ 14-ാം വാക്യത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഇതാ കർത്താവായ യേശുക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് കടന്നു വരികയാണ്. അപ്പോൾ തന്നെ സ്വർഗത്തിലെ വലിയൊരു സൈന്യം അതേപോലെ തന്നെ വെള്ളക്കുതിരകളുടെ പുറത്ത് കയറി കർത്താവിനെ അനുഗമിച്ച് മഹത്വത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ വളരെ വ്യക്തമാണ്, സ്വർഗത്തിലെ സൈന്യം, സ്വർഗത്തിലെ ദൂതന്മാരുമായിട്ടാണ് കർത്താവ് ഇവിടെ കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വർഗത്തിൽ അനേകം ദൂതന്മാരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഉദാഹരണമായി 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ ആ പരീക്ഷ കഴിഞ്ഞ് ദൂതന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശുശ്രൂഷിച്ചു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 53-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? അത് POC ബൈബിളിൽ വായിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? സന്ദർഭവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ 12-ലേറെ വ്യൂഹങ്ങളെ അല്ലെങ്കിൽ 12 ലഗ്യോൻ ഗണങ്ങളെ എനിക്ക് ഇപ്പോൾ അയച്ചു തരും എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞത്. അപ്പോൾ ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ദൂതന്മാർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 12 ലഗ്യോൻ എന്ന് പറയുമ്പോൾ 6000 × 12 72,000 ദൂതന്മാർ അടങ്ങിയ ഒരു സന്നാഹത്തെ തന്നെ
ഇപ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ എൻ്റെ പിതാവ് അയച്ചു തരും എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ അനേകം ദൂതന്മാരുണ്ട്, കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരുണ്ട്. നമുക്ക് സങ്കീർത്തനം 82-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടി അത് വായിക്കാം. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു, അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു. കണ്ടോ, സ്വർഗത്തിൽ ഒരു സ്വർഗീയ സഭയുണ്ട്, അവിടെ കർത്താവ് ഉപവിഷ്ടനായിരിക്കുകയാണ്, അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 4-5 അധ്യായം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിതാവായ ദൈവം, സിംഹാസനസ്ഥനായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ചുറ്റും ഇതാ 4 ജീവികൾ, അതിനു ചുറ്റും 24 മൂപ്പന്മാർ, അതിനു ചുറ്റും എണ്ണിത്തിട്ടപ്പെടാൻ കഴിയാത്ത അത്രമാത്രം വലിയൊരു ദൂത സഞ്ചയം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ ആ ഒരു വലിയ ആ സിംഹാസനത്തിൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവിക സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12 വരുമ്പോൾ ഒരു സംഹാര ദൂതനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാടിന് വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ ജനം ഒരുങ്ങുമ്പോൾ അവിടെ ഒരു സംഹാര ദൂതനെ അയച്ച് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 35-ാം വാക്യവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ന്റെ 36-ാം വാക്യവും പരിശോധിക്കുമ്പോൾ, അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നുകളഞ്ഞു. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ശത്രു സൈന്യത്തിന്റെ 1,85,000 ശത്രു സൈന്യങ്ങളെ കൊന്നുകളഞ്ഞ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, വെളിപ്പാട് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അനേക ദൂതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ, അല്ലെങ്കിൽ കടലിലും കരയിലും കാലുറപ്പിച്ച് നിൽക്കുന്ന ദൂതൻ, അല്ലെങ്കിൽ ചുരുളുമായി വരുന്ന ദൂതൻ, അല്ലെങ്കിൽ ലോകത്തോട് അറിയിക്കുന്ന സുവിശേഷം വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു ദൂതൻ. ഇങ്ങനെ നിരവധിയായ ദൂതന്മാരെ നമുക്ക് എന്ത് ചെയ്യാം, വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. അപ്പോൾ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനോട് കൂടെ വരുന്നതും ദൂതന്മാരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കാം. യൂദായുടെ ലേഖനം 1:14 പറയുകയാണ്, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനോക്ക് പ്രവചിക്കുകയാണ്, കർത്താവ് 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഹാനോക്ക് 7-ാം തലമുറക്കാരനാണ്, 10-ാം തലമുറക്കാരൻ നോഹ, 20-ാം തലമുറക്കാരൻ അബ്രഹാം, അങ്ങനെ 62-ാം തലമുറക്കാരൻ യേശു ക്രിസ്തു. അപ്പോൾ യൂദാ ലേഖനം എഴുതുമ്പോൾ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൽ വരുമ്പോൾ ഇത് 1000 വിശുദ്ധന്മാരുടെ കൂടെയാണ് വരുന്നത് എന്ന് ഹാനോക്ക് പറയുകയാണ്. ഹാനോക്കിന് പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തിൽ വെളിപ്പെട്ട റാപ്ചറിനെ കുറിച്ച് ഹാനോക്കിന് വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൗലോസിന് ഇത് വെളിപ്പെട്ടത് മിസ്റ്ററി ഗോസ്പലായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. പൗലോസിനാണ് അത് ആദ്യമായി വെളിപ്പെടുത്തി കൊടുത്തത്. അത് തനിക്ക് മുൻപുള്ള ആർക്കും തന്നെ, അങ്ങ് ഹാനോക്കിന് പോലും ഈ സംഭവത്തെക്കുറിച്ച്, റാപ്ചറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ തന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നും അല്ലെങ്കിൽ ദൂതന്മാരുടെ കൂടെ വരുമെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരൊറ്റ വാക്യം മാത്രം മതി കർത്താവിനോട് കൂടെ വരുന്നത് വിശുദ്ധ ദൂതന്മാരാണ് എന്ന് മനസ്സിലാക്കുവാൻ. ആവർത്തന പുസ്തകം 33-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ മതി. അവൻ പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. ഹാനോക്ക് പ്രവചിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മോശ ഇവിടെ പറയുകയാണ്, ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്ന് എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മോശയ്ക്ക് സീനായിൽ വെച്ച് ദൈവം നിയമം കൊടുക്കുമ്പോൾ അത് ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്നാണ് കർത്താവ് വന്നത് എന്നുള്ളത് മോശ പറയുകയാണ്. അപ്പോൾ മോശയുടെ കാലത്ത് ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ ആ മോശയ്ക്ക് മുൻപ് ഇങ്ങനെ ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു കൂട്ടത്തെക്കുറിച്ച് ബൈബിളിൽ എങ്ങും കാണുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം സ്വർഗത്തിൽ എത്തിയിട്ടുമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മോശയുടെ അടുക്കൽ പ്രമാണവുമായി ദൈവം വരുമ്പോൾ അവിടെ പറയുന്നു ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്നാണ് കർത്താവ് വന്നത് എന്ന് പറയുന്നു.
ഹാനോക്കും അങ്ങനെ തന്നെ പറയുന്നു, 1000 വിശുദ്ധന്മാരുടെ കൂടെ കർത്താവ് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാർ ആരാണ്? മനുഷ്യരിൽ നിന്നെടുത്ത ആരും തന്നെയല്ല. കാരണം മോശയുടെ അടുക്കൽ പ്രമാണവുമായി കർത്താവ് വരുമ്പോൾ അവിടെ ഒരു കൂട്ടം മനുഷ്യരോട് കൂടെയല്ല കർത്താവ് അവിടെ വന്നത്. സ്വർഗത്തിലെ ഈ ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ, സൈന്യങ്ങളുടെ, ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെയാണ് കർത്താവ് അവിടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 1:6 പറയുകയാണ്, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. പൗലോസും പറയുകയാണ്, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ ശക്തിയുള്ള ദൂതന്മാരുമായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4:16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ 3 കൂട്ടം കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ വരവിൽ, അല്ലെങ്കിൽ റാപ്ചറിനോടുള്ള ബന്ധത്തിലുള്ള വരവിലും അവിടെ വരുന്നത് വലിയൊരു സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കർത്താവിനോട് കൂടെ വരുന്ന വിശുദ്ധർ സ്വർഗത്തിലെ സ്വർഗീയ സൈന്യമാണ്, സ്വർഗത്തിലെ ദൂതന്മാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു 4 സുവിശേഷത്തിൽ പറഞ്ഞതെങ്കിൽ റാപ്ചർ, അതിനു വേണ്ടിയുള്ള ഉപദേശം എങ്ങനെയാണ് ലഭിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു. അനാദികാലം മറഞ്ഞിരുന്ന മാർമിക സത്യത്തിലൂടെയുള്ള ഒരു വെളിപ്പെടുത്തൽ മൂലമാണ് മഹത്വത്തിലുള്ള പ്രത്യക്ഷതയ്ക്ക് മുൻപ്, അല്ലെങ്കിൽ പീഡാകാലത്തിന് മുൻപ് റാപ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള സുവിശേഷം, നമ്മുടെ റാപ്ചർ വരെയുള്ള സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷാമാർഗമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിലുള്ള ആഴമായ വിശ്വാസം എന്നെ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസത്താലുള്ള സൗജന്യ രക്ഷ ഏറ്റെടുത്ത ദൈവമക്കളെ ചേർക്കുവാനാണ് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്. ആ മധ്യാകാശത്തിൽ വരുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നവർ ഈ ലോകത്തിലുള്ള തുടർന്നുള്ള കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഒരുപക്ഷെ മരിക്കാൻ സാധ്യതയുണ്ട്, നിത്യത കാണാതെ പോകാൻ സാധ്യതയുണ്ട്, വളരെ പീഡനങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നിത്യതയിൽ എത്തുമോ എന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ദൈവം അവിടെ അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്ന ദിവസം നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്നുവെങ്കിൽ, ഇന്നാകുന്ന രക്ഷാദിവസം ഈ സത്യസുവിശേഷം കേൾക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് സമർപ്പിച്ചാൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ നിങ്ങൾക്കും അവസരം ലഭിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.